ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ കൂട്ട നിലവിളിയാണ്. സമാധാനം ഉണ്ടാവാനുള്ള എല്ലാ ശ്രമവും നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂത റബ്ബിമാർ സർക്കാരിനെ സമീപിച്ചു. യുദ്ധം പരിഹാരമല്ലെന്നും യുദ്ധത്തോടനുബന്ധിച്ച് ജനങ്ങൾ ഭയവിഹുലരായിട്ട് ചുറ്റുഭാഗം ഓടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇറാൻ്റെ ആക്രമ പരമ്പരകൾ എന്നുള്ള കാര്യമാണ് അവരിപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങളോ പുറത്തു വരുന്ന കാര്യങ്ങളോ അല്ല യഥാർത്ഥമായിരിക്കുന്ന സത്യം. അഥവാ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന സംഭവത്തിൻ്റെ 1% പോലും കൃത്യതയോടുകൂടി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം സോഷ്യൽ മീഡിയ പോലും നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലുള്ളത്. അത് ഇസ്രായേൽ സർക്കാർ അത് പറയുകയും ചെയ്തു. രാജ്യം ഒരു യുദ്ധത്തിലാണ്, നമ്മുടെ ശത്രുക്കൾ നമ്മൾ ആക്രമിക്കുന്നു, അതുകൊണ്ട് തന്നെ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചോ ഒരു വ്യക്തി പോലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുകയോ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനോ പാടില്ല. രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് വരുമെന്ന് ഇസ്രായേൽ കണിശമായ രീതിയിൽ വിലക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരാത്തത്. ഇപ്പോൾ ആയിരക്കണക്കിന് മലയാളികൾ തന്നെ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. പല മീഡിയക്കാരും, നമ്മുടെ കേരളത്തിലുള്ള പല മീഡിയക്കാരും പല ഘട്ടങ്ങളിലായി അവിടെ നിൽക്കുന്ന ഇസ്രായേലിയരോട്, അവിടെ നിൽക്കുന്ന മലയാളികളോട് അവിടുത്തെ വിഷയകാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. നമ്മളെ ചാനലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് യാതൊരു കുഴപ്പമില്ല, വളരെ ശാന്തമാണ്, ഞങ്ങൾ ജോലിക്ക് പോകാറുണ്ട്, തിരിച്ചു വരാറുണ്ട്, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ബങ്കറിൽ അഭയം തേടും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രീതിയിലല്ലാതെ കൃത്യമായ രീതിയിൽ നടക്കുന്ന ഒരു സംഭവം പുറത്ത് അവർ പറയാറില്ല. അതിൻ്റെ കാര്യം ഇതാണ്. അതല്ലാതെ അവിടെ സമാധാനമാണ് എന്നതുകൊണ്ടല്ല. കാര്യം എന്ന് വെച്ചാൽ അൽ ജസീറ, BBC, റോയിട്ടേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യതയോടുകൂടി ഒരു പരിധി വരെ അറിയാൻ വേണ്ടി പറ്റും. മരണസംഖ്യയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 100 പേര് അല്ലെങ്കിൽ 100 കൂടുതൽ മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഏകദേശ കണക്ക് എന്നല്ലാതെ മരണസംഖ്യയും നാശനഷ്ടത്തിൻ്റെ സംഖ്യയും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത് നഗര കേന്ദ്രീകൃതമായിരിക്കുന്ന മേഖലയിലും ഈ സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, അതായത് കടലേരിയ കേന്ദ്രീകരിച്ചുള്ള മേഖലയിലും തങ്ങൾ ആക്രമണം ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജനനിബിഡമായിരിക്കുന്ന ഏരിയകളിലായിരിക്കും ഇനി തങ്ങളുടെ ആക്രമണം. അതായത് മുൻപൊക്കെ ആക്രമിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ മനുഷ്യത്വപരമായിരിക്കുന്ന ചില സമീപന രീതികളൊക്കെ ഞങ്ങൾ പിന്തുടരാറുണ്ടായിരുന്നു. പക്ഷേ അതിന് ആനുപാതികമായ രീതിയിലുള്ള സമീപനമൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മദ്രസ, പള്ളി, മതപാഠശാലകൾ, ഈ യൂണിവേഴ്സിറ്റി പോലെയുള്ള മേഖലകൾ, ജനനിബിഡമായിരിക്കുന്ന ഏരിയകൾ, പട്ടണങ്ങൾ, ബസ് സ്റ്റേഷൻ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ മേഖലയും ആക്രമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മരണങ്ങൾ വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു ദയാകാരുണ്യമില്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തു. കാര്യം കഴിഞ്ഞ ഫസ്റ്റിൽ തന്നെ യുദ്ധം തുടങ്ങിയതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ അവർ ഒരു ലേഡീസ്, പെൺകുട്ടികൾ പഠിക്കുന്ന, ടീനേജ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ആക്രമിച്ചത്, ഒരു സ്കൂളിനെയാണ് ആക്രമിച്ചത്. 165ഓളം കുട്ടികളാണ് അവിടെ നിന്ന് മരണപ്പെട്ടത്. ഓരോരോ നിമിഷവും മരണസംഖ്യ ഇങ്ങനെ കൂടി വരികയാണ്. 15 കുട്ടികളുടെ മരണമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അവരെ മാത്രമേ കിട്ടിയുള്ളൂ. ബിൽഡിംഗ് അപ്പാടെ നിലംപൊത്തി. പിന്നീട് JCB വന്നത് നീക്കം ചെയ്തിട്ട് ഓരോരോ കുട്ടികളുടെ മൃതദേഹം വലിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന വേദനയല്ല, മുറിപ്പാടല്ല ഇറാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അവർ കേന്ദ്രീകരിക്കുന്ന എവിടെയാണ്? അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. മരണസംഖ്യ കൂട്ടുക എന്നുള്ള എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. ശത്രുവിനെതിരെ പോരാടി അവരുടെ കീഴ്പ്പെടുത്തുന്നതിനപ്പുറം ശത്രുവിനെ വലിയ രീതിയിലുള്ള സംഖ്യാബലം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ അവർ ചെയ്ത എല്ലാ യുദ്ധത്തിലും അത് കൃത്യതയോടുകൂടി കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഉള്ളത് എന്ന് ചുരുക്കം. പറയുന്നത് 5 നഗരങ്ങൾ, അത് അവിടെ ജനനിബിഡമായിരിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഏരിയകളാണ്. 1 ടെലവീവ്, 2 ജെറുസലം, 3 ഹൈഫ, 4 റിഷോൺ ലെസിയോൺ, പെട്രോഡിക്കോ. ഈ 5 നഗരങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശം. ഇത് രണ്ടങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ തുറമുഖ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈഫയുടെ പേരും അഷ്കലോണിൻ്റെ പേരും ഐലത്തിൻ്റെ പേരും വന്നിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കപ്പൽ ഗതാഗതം വരുന്നതും പോകുന്നതും അതുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക മുന്നേറ്റം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കുന്നതെല്ലാം ഈ 3
സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ മേഖലയിൽ തങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജനനിബിഡമായിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരമൊരു പ്രവൃത്തി പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിരോധ സന്നാഹങ്ങൾ ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിൽ പ്രതിരോധങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നില്ല. നിരന്തരം അയൺ ഡോമിന് നേരെ ഇങ്ങനെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നാൽ അതിന് ഷോർട്ടേജ് വരികയും പിന്നീട് പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് തന്നെ ഇറാനാണ്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തോടനുബന്ധിച്ചാണ്. ആ പ്രാവശ്യം അവർ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ വെറുതെ മിസൈലുകൾ. അയൺ ഡോം എന്ന് പറയുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്, അല്ലെങ്കിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ്. പ്രതിരോധ സംവിധാനം കുറ്റമറ്റതാണ്, കാലോചിതമായി നിർമ്മിക്കപ്പെട്ടത്, അതിശക്തമായതാണ്, പല രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ വിൽപ്പന നടത്തിയതാണ്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഗുണം ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവരയക്കുന്ന മിസൈലൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നു, അയൺ ഡോം പ്രതിരോധിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തിലെ 4 ദിവസവും വലിയ നഷ്ടം തന്നെയാണ് ഇറാനുണ്ടായത്. 5-ാം ദിവസം മുതലാണ് ഇവർക്ക് അത് കാര്യം കൃത്യമായി മനസ്സിലാക്കിയത്. അതായത് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ്. പ്രതിരോധ സംവിധാനമുള്ള, അതായത് അയൺ ഡോം ആണെങ്കിലും ആരോത്രി പോലെയുള്ള പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേരെ ഏതൊരു മിസൈൽ വന്നാലും ഏതൊരു ഡ്രോൺ വന്നാലും അവരതിനെ പ്രതിരോധിക്കും. ശക്തി കൂടിയതാണെങ്കിലും ശക്തി കുറഞ്ഞതാണെങ്കിലും, ദൂരത്തുനിന്ന് വരികയാണെങ്കിലും അടുത്ത് വരികയാണ്, അതൊന്നും അവർ നോക്കില്ല. രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ആക്രമ സ്വഭാവമുള്ള ഏതൊരു സംവിധാനത്തെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥം ഈ അയൺ ഡോം ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇവർ ചെയ്ത കാര്യം ആദ്യത്തിലൊക്കെ പരാജയപ്പെട്ടപ്പോൾ പിന്നെ അടുത്ത ഘട്ടം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് വിൽക്കാൻ പറ്റാത്ത, മറ്റു രാജ്യത്തെ വിൽക്കാൻ പറ്റാത്ത കേടുപാടുകളും സംവിധാനങ്ങളും ഉള്ള മിസൈലുകൾ, അതേപോലെ തന്നെ കാലോചിതമായ രീതിയിൽ ഉപയോഗശൂന്യമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി വെച്ച മിസൈലുകൾ, ഇതെല്ലാം എടുത്ത് അവർ ഉപയോഗിച്ചു. അത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രതിരോധം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. പ്രതിരോധം ഒരു പരിധി കഴിഞ്ഞ സമയത്ത് പിന്നീട് പ്രതിരോധിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നവർ മനസ്സിലാക്കിയ സമയത്താണ് ഹൈപ്പർസോണിക് മിസൈൽ രംഗത്തിറക്കുന്നത്. പിന്നീട് അതിക്രൂരമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിനിധി തന്നെ ഒടുവിൽ സമ്മതിച്ചിട്ടുണ്ട്. ദയയില്ലാത്ത രീതിയിലുള്ള, കാരുണ്യമില്ലാത്ത രീതിയിൽ ആക്രമണമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇറാൻ നടത്തിയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. സമാനമായിരിക്കുന്ന അവസ്ഥയും സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചുരുക്കം. എങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതിന് സമാനമായി തന്നെ ലളിതമായിരിക്കുന്ന മിസൈലുകൾ അയച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു പരിധിവരെ മിസൈൽ ആക്രമണം കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ മിസൈൽ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നാൽ ഈ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പരിധിവരെ കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആക്രമണം നടത്താൻ വേണ്ടി പറ്റും. ചില മേഖലയുള്ള ഈ പറയപ്പെട്ട അയൺ ഡോം സംവിധാനത്തിന് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ചില അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണെങ്കിൽ ടെൽ അവീവ് ഗസയായി മാറിയിരിക്കുന്നതാണ്. ഗസയാണോ ടെൽ അവീവാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കിലോമീറ്റർ കണക്കെ ബിൽഡിങ്ങുകൾ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബങ്കർ സംവിധാനം ബിൽഡിങ്ങിൻ്റെ അകത്താണ്. അപ്പോൾ മേൽഭാഗത്ത് ബിൽഡിംഗ് തകർന്നിട്ട് ഈ ബങ്കറിൻ്റെ മേലെ വീഴുന്ന സമയത്ത് ബങ്കറിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരും. അതായത് ബങ്കറിൽ പോലും സുരക്ഷിതമല്ല എന്ന് ചുരുക്കം. നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 40,000 വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 40,000 കുടുംബം അനാഥരായിട്ട് വീട് നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് എന്ന് അന്നത്തെ റിപ്പോർട്ടിൻ്റെ പുറത്ത് വന്നതാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള വീട് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളും സഹായങ്ങളൊന്നും ഇസ്രായേൽ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പരാതി പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി സമാനമായ രീതിയിലാണ്. വീട് നഷ്ടപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നു. പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ആരും അടുക്കുന്നില്ല, അതേക്കുറിച്ച് ഇസ്രായേൽ സംസാരിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ഈ മേഖല ജനനിബിഡമായിരിക്കുന്ന, നമ്മളീ പറഞ്ഞ മേഖല ജനനിബിഡമായിരിക്കുന്ന മേഖലയും അതോടൊപ്പം തന്നെ വിദേശ പണം വലിയ തോതിൽ ഇസ്രായേൽ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന ഏരിയയുമാണ്. അത് ഐഫയിൽ പറഞ്ഞു, അഷ്കലോൺ പറഞ്ഞു, അയിലത്ത് തുറമുഖം, ഈ തുറമുഖങ്ങളാണ്. ഈ തുറമുഖങ്ങൾ സുരക്ഷിതമല്ല. ഐഫ തുറമുഖം അടച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇസ്രായേലിൻ്റെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അതിനേക്കാളും നല്ലതെന്താ, അവിടേക്ക് കപ്പൽ അടക്കാത്ത രീതിയിലോ കപ്പലുകളെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്കോ മാറ്റുന്നതായിരിക്കും ഗുണമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിപ്പം തൽക്കാലത്തേക്ക് ഈ ഐഫ തുറമുഖം അടച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്ത് വന്നിരിക്കുക. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ കൂട്ടക്കരച്ചിലുകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടക്കുന്നത്. അത് പുറത്ത് വിടാത്തത് കൊണ്ടാണ്. അവരുടെ ജീവൻ അപായപ്പെട്ടിരിക്കുന്നു. അവർക്ക് രക്ഷപ്പെടാനുള്ള പോംവഴികൾ ഇല്ലാത്ത രീതിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം.